നമുക്ക് ഏത് തരം ക്യാൻസറുകൾക്കാണ് നമുക്ക് സിദ്ധവൈദ്യത്തിൽ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ളത്? അതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? നമ്മൾ ഈ ഏത് തരത്തിലുള്ള ക്യാൻസർ രോഗത്തിനാണ് സിദ്ധ ചികിത്സയിൽ ഫലപ്രദമായിട്ട് ചികിത്സയുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണല്ലോ നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു വിവിധ തരത്തിലുള്ള പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം കരുതുന്നത്. അപ്പോൾ ക്യാൻസർ എന്നുള്ളൊരു രോഗം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ സെൽസിൻ്റെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലുള്ള സെൽസിൻ്റെ ചില ഭാഗങ്ങളിലുള്ള സെൽസിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ക്യാൻസർ എന്നൊരവസ്ഥയിലേക്ക് ആ ഒരു സെൽസ് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ആ ടിഷ്യൂസ് എത്തിച്ചേരുന്നതുകൊണ്ടാണ് ക്യാൻസർ സംഭവിക്കുന്നത് അറിയാം. അപ്പോൾ ഈ ക്യാൻസറിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമായിട്ട് പലപ്പോഴും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരാറുണ്ട്. ക്യാൻസർ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസായിട്ട്, പ്രത്യേകിച്ചും HPV വൈറസ് പോലെയോ അല്ലെങ്കിൽ H. പൈലോറി ബാക്ടീരിയ കൊണ്ടൊക്കെയുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ക്യാൻസർ വരുന്നതായിട്ട് പലപ്പോഴും കരുതാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ക്യാൻസറിനുണ്ട് എന്ന് കരുതാം. പലതരത്തിലുള്ള ട്രോമ, അത് മെൻ്റലായിട്ടുള്ള ഒരു ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ട്രോമ കൊണ്ടോ ഒക്കെ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാവുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ, നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് ഉള്ള രീതിയിലാണ് ക്യാൻസറിനെ ചികിത്സിക്കേണ്ടത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് കൂടി ക്യാൻസറിനുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ക്യാൻസർ എത്തരത്തിലാണ് സിദ്ധ ചികിത്സയിൽ ചികിത്സിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത്, ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഒരു തെറാപ്പി എന്നുള്ള തരത്തിലാണ് സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ കാണേണ്ടതും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചികിത്സയാണ് ഫലപ്രദമായിട്ട് കണ്ടു വരാറുള്ളതും. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സയും അതിനൊപ്പം തന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രത്യേക അവയവത്തിന്, ഇപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസറിന്, അതല്ല ലങ്സിലുണ്ടാകുന്ന ഒരു ക്യാൻസർ, അല്ലെങ്കിൽ പിന്നെ ലിവറിലുണ്ടാകുന്ന ഒരു ക്യാൻസർ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസും, അത് ടാർഗറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസും തീർച്ചയായിട്ടും സിദ്ധയിലുണ്ട്. പക്ഷേ ജനറലായിട്ടും ഈ ഒരു രീതിയിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി എന്നുള്ള തരത്തിൽ സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരപ്രദമാവുക. അതോടൊപ്പം തന്നെ അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടും ഈ മൂന്ന് രീതിയിൽ, കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കൺവെൻഷണൽ ആയിട്ടുള്ള തെറാപ്പീസ് ക്യാൻസറിന് അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പി ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഔഷധങ്ങളെ സിദ്ധ ചികിത്സയിൽ ഫലപ്രദമായിട്ട് ക്യാൻസറിന് കൊടുക്കാറുണ്ട്.